ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനും മോനും മോളും കൂടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ. ഞങ്ങൾ ബസ്സിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാലേ നമ്മൾ റോഡ് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ റോഡിലോട്ട് നടന്ന് പോവുകയാണേ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഡയറക്റ്റ് തൃശ്ശൂർ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങളുടെ കമ്പ വരയ്ക്ക് ഡയറക്റ്റ് ഉള്ളൊരു ബസ്സുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാണ്. ഈ ബസ് നമ്മുടെ ചീകോട് എത്തുന്നത് 6:30 കേട്ടോ. അപ്പോൾ നമ്മൾ വീടെത്തുമ്പോൾ ഏകദേശം 2 മണിക്കൂറിലെ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിലോട്ട് കയറി ഉടനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. കുറച്ച് തിരക്ക് ഒഴിവായിരുന്നു, കുറവായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. മോനാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇരുന്നില്ല കേട്ടോ. അടുത്ത് സീറ്റ് ഉണ്ടെങ്കിൽ കൂടി അവൻ ഇരുന്നില്ല. അവൻ തൊട്ട് അപ്പുറത്ത് പോയി. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അവന് എപ്പോഴും സൈഡ് സീറ്റാണ് ഇഷ്ടം. ഡ്രൈവറുടെ സൈഡ് സീറ്റാണ് അവന് ഇഷ്ടം. അവന് അവിടെ ഇരുന്നാലേ എല്ലാവരുടെയും കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വിചാരത്തിലാണ്. അപ്പോൾ അവൻ ഡ്രൈവറുടെ സൈഡ് സീറ്റിൽ കയറി ഇരുന്നു കേട്ടോ. പിന്നെ ആലത്തൂരിൽ നമ്മുടെ ഹൈവേ ഒക്കെ റോഡ് പണിയായ കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞുള്ള കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് തങ്കു ഉറങ്ങി കേട്ടോ. കുറേ നേരം 1 മണിക്കൂറോളം കുഞ്ഞ് ഉറങ്ങി. ഇത് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയമാണ്. അവിടെ പുതുതായിട്ട് ഏതോ സർക്കസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ ഇതിലൂടെ വന്നപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണേ. ഇത് പാലക്കാട് കോട്ടൻ്റെ സൈഡുള്ളൊരു പാർക്കാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഡേ ടൈമിൽ ഒത്തിരി തവണ ഇങ്ങ് വന്നിട്ടുണ്ടെങ്കിലും നൈറ്റ് കാണുന്നത് അധികം നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമുക്ക് നൈറ്റിൽ ഇതുവരെ ഇവിടെ നമ്മളൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് പൊതുവേ കുറേ ടൈം ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ജീരക മിഠായിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം അത് തീരാറായിട്ടുണ്ട്. ഞാനത് ഓരോന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പാലക്കാട് ടൗൺ വെച്ചാൽ ഫുള്ളി തിരക്ക് പിടിച്ചൊരു വിഷുവിൻ്റെ തിരക്കാണ് കേട്ടോ എല്ലാവിടെയും. അതുപോലെ എല്ലാ കടകളുടെ ഫ്രണ്ടൊക്കെ ഭയങ്കരമായി അലങ്കരിച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. വിഷു തിരക്ക് എല്ലാവിടെയും ഉണ്ട്. ടൗൺ മൊത്തത്തിൽ ബ്ലോക്കാണ് കേട്ടോ. ഇത് നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ പാലക്കാട്. ഈ ഇടയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞ റീഗൽ ജ്വല്ലേഴ്സാണ്. കറക്റ്റായിട്ട് ബ്ലോക്കായ കാരണം ബസ് പതുക്കെ നിന്നിട്ടാണ് പോകുന്നത് കേട്ടോ. റീഗൽ ജ്വല്ലേഴ്സ് ഞങ്ങൾ വന്നിട്ടില്ല, പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണേ. പിന്നെ എല്ലാ കടകളാണെങ്കിലും നമ്മുടെ വിഷുവിനെ വരവേൽക്കാനായിട്ട് എല്ലാ കടകളും ഒരുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയായിരുന്നു ഇത്. ഫൈനലി നമ്മൾ 1 മണിക്കൂറോളം ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ തങ്കു എഴുന്നേറ്റിട്ടുണ്ടേ. അപ്പോൾ അവളുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴേക്കും മോൻ സീറ്റ് മാറി മോളെ താന്ന് പറഞ്ഞിട്ട് മോൻ കൊണ്ടുപോയി. മോനെയും മോളും കൂടിയിട്ട് അവിടെ സീറ്റിലിരിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് നമ്മുടെ സോന ബസ്സാണ് കേട്ടോ. തൃശ്ശൂർ റൂട്ടിലുള്ള ട്രിപ്പ് പോകുന്ന ബസ്സാണേ. ഇത് നേരെ നമ്മൾ കമ്പയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ തിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നിർത്തി തരുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബസ്സിലോട്ട് തന്നെ വന്നത്. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂറിലെ ട്രാവലിംഗ് ശേഷം ഞങ്ങളുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ട്രാവലിംഗ് വിശേഷങ്ങൾ. താങ്ക് യു.